പ്രിയപ്പെട്ടവരെ, വി കെ പ്രശാന്ത് MLA ഓഫീസുമായി ബന്ധപ്പെട്ട് ആർ ശ്രീലേഖ തുടങ്ങി വെച്ച വിവാദം ഇപ്പോൾ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്കും നിയമ നടപടികളിലേക്കും ഒക്കെയും നീങ്ങുകയാണ്. ഈ അവസരത്തിൽ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്ന അതിഥി വട്ടിയൂർക്കാവ് MLA ആയ ശ്രീ വി കെ പ്രശാന്ത് തന്നെയാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ശ്രീ വി കെ പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പം ഞാൻ വിവാദങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ വട്ടിയൂർക്കാവിൻ്റെ MLA ആയ വി കെ പ്രശാന്ത് എന്തിന് MLA ഹോസ്റ്റലിൽ 2 മുറികൾ ഉള്ളപ്പോൾ ശാസ്തമംഗലത്ത് ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ഇരിക്കുന്നു എന്നത് വരെ എത്തി നിൽക്കുകയാണ് ഈ വിവാദം. അപ്പോൾ MLA പ്രവർത്തനം ആരെങ്കിലും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ, അതോ ഇതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണോ? അങ്ങക്ക് എന്താ തോന്നുന്നത്? അസ്വസ്ഥതപ്പെടുത്തലുമുണ്ട്, രാഷ്ട്രീയ അജണ്ടയും ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ MLA എവിടെയാണ് ഓഫീസ് പ്രവർത്തിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് MLA ആണ്. എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വന്നെത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തി അത് കോർപ്പറേഷൻ്റെ ഓഫീസായി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ നിലയിൽ ഒരു സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അവിടെ വരാനും MLA കാണാനും കാര്യങ്ങൾ നേടാനും ഒക്കെയുള്ള ഒരു എളുപ്പം എത്തിച്ചേരാൻ കഴിയാവുന്ന ഒരിടമാണ്. അപ്പോൾ അതിൽ പലരും ഇന്ന് അസ്വസ്ഥപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ MLA ആയിട്ടിപ്പോൾ ആദ്യ ടൈമിൽ ഏതാണ്ട് 1.5 വർഷവും ഇപ്പോൾ ഏതാണ്ട് 4.5 വർഷവും പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഈ 7 വർഷത്തിനിടയിൽ ആർക്കും അസ്വസ്ഥതയുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതുതായി ചില ആളുകൾക്ക് അസ്വസ്ഥത വരികയും എന്തുകൊണ്ട് MLA ഹോസ്റ്റലിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്ക് മാറിക്കൊടുക്കുന്നില്ല എന്ന നിലയിൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. അപ്പോൾ 7 വർഷമില്ലാത്ത ഒരു ചോദ്യം ഇപ്പോൾ വന്നതിൻ്റെ പിറകിൽ നേരത്തെ അത് സൂചിപ്പിച്ചതുപോലെ ഈ അസ്വസ്ഥതയും അജണ്ടയും ഒക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് MLA എന്ന നിലയിൽ എനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു തരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. ഇപ്പോൾ ഓഫീസ് ഒഴിയണമെന്നുള്ളൊരു ആവശ്യം ആരും ഉന്നയിക്കുന്നില്ല. പകരം വാടക കുറച്ച് ഓഫീസ് നേടി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ സൈബർ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 25,000 രൂപ നിയമസഭയിൽ നിന്ന് എഴുതി വാങ്ങിയിട്ട് 872 രൂപ വാടക കൊടുക്കുന്നു എന്ന നിലയിലേക്ക് ചിത്രീകരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിവരാവകാശ നിയമപ്രകാരം നിയമസഭയ്ക്ക് അപേക്ഷ കൊടുത്തു. MLAക്ക് വാടക അലവൻസ് കൊടുക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഞാൻ ഇന്നലെ പത്രപ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ വാങ്ങുന്ന സാലറിയെ സംബന്ധിച്ചും അലവൻസിനെ സംബന്ധിച്ചും ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ബില്ലിൻ്റെ കോപ്പി തന്നെ നമ്മുടെ പത്രപ്രവർത്തകർക്ക് നൽകാൻ വേണ്ടി തയ്യാറായി. അതിലൊന്നും അങ്ങനെ ഒരു കോളമേ ഇല്ല. അപ്പോൾ വ്യക്തിഹത്യ നടത്താൻ ഏതറ്റം വരെയും ഈ ആളുകൾ പോകുന്നു എന്നുള്ളൊരു തെളിവായിട്ട് നമുക്കതിനെ കാണാം. എന്നെ സംബന്ധിച്ച് പൊതുപ്രവർത്തകർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് ചതുരശ്ര അടി വിസ്തീർണമുള്ള മുറി അങ്ങേക്ക് നൽകിയിരിക്കുന്നത് 832 രൂപയ്ക്കെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് ഇതേ രീതിയിൽ കുറഞ്ഞ വാടകയ്ക്ക് കെട്ടിടങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാൻ ഓഡിറ്റ് നടത്തുമെന്ന് കോർപ്പറേഷൻ പറയുന്നു. മേയർ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. അപ്പം അത് അങ്ങനെ തന്നെയാണോ? അത് തീർച്ചയായിട്ടും സാധാരണഗതിയിൽ പൊതുപ്രവർത്തകർക്ക് MLAമാർക്ക് കൗൺസിലർമാർക്കെല്ലാം മുറി സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്നത് നഗരഹൃദയത്തിലാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ തീരുമാനിക്കുകയാണ് നഗരഹൃദയത്തിൽ വലിയ വാടക കിട്ടുന്ന സ്ഥലത്ത് സർക്കാർ ഓഫീസ് സൗജന്യമായിട്ട് പ്രവർത്തിക്കേണ്ട കാര്യമില്ല, നമുക്കതൊരു 5 നക്ഷത്ര ഹോട്ടലാക്കി കളയാം എന്ന് തീരുമാനിച്ച് നടക്കുമോ? അപ്പോൾ പൊതുപ്രവർത്തകർക്ക് ജനങ്ങളുമായി ബന്ധപ്പെടാൻ അവർക്ക് സ്വന്തമായി സൗകര്യമില്ല എങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും സംവിധാനത്തെ പ്രയോജനപ്പെടുത്താം, പ്രാദേശിക സ്ഥാപനങ്ങളുടെ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളുടെ സംവിധാനത്തെ പ്രയോജനപ്പെടുത്താം. ഇത് പൊതു നിയമമാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരിശോധിച്ചാൽ എല്ലാ MLAമാരും ജനപ്രതിനിധികളും ഈ നിലയിലുള്ള സൗകര്യമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കൗൺസിലർമാർ വാടക ഇല്ലാതെയാണല്ലോ നഗരസഭാ കെട്ടിടങ്ങളിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. അത് ജനപ്രതിനിധി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതേ പരിഗണന എന്തുകൊണ്ട് MLAക്ക് തരുന്നില്ല? ഇവിടെ ന്യായമായി ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ നിരക്ക് അവർ തീരുമാനിച്ചു. ആ നിരക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഇനി ആ നിരക്ക് കുറവാണ് എന്ന് നഗരസഭയ്ക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അവരത് വർദ്ധിപ്പിക്കട്ടെ. ഞാൻ മേയറായിരുന്ന ആളാണ്. 4.5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയെ മുന്നോട്ട് നയിച്ച ആളാണ്. അന്ന് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പരമാവധി കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾക്കും മറ്റുമൊക്കെ തന്നെ ആ വാടക തന്നെയാണ്, വർദ്ധിപ്പിച്ച വാടക തന്നെയാണ് വാങ്ങുന്നത്. ഇത് എന്തോ പുതിയ ഒരു സംവിധാനം പോലെയാണ് പല ആളുകളും ചർച്ച ചെയ്യുന്നത്. ജനപ്രതിനിധികൾക്ക് സൗജന്യമായി കൊടുക്കുന്നു. ഇവിടെ ഞാനൊരു വാടക നിശ്ചയിച്ച് തരണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അവരൊരു ജനപ്രതിനിധി ആയതുകൊണ്ടായിരിക്കാം കുറഞ്ഞ വാടക നിശ്ചയിച്ച് തന്നു, അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ.
ഓക്കെ, ശ്രീ വി കെ പ്രശാന്ത്, അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത വിവാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കോർപ്പറേഷൻ കൗൺസിലർ വാടക നിശ്ചയിച്ചു നൽകിയാൽ കെട്ടിടം മുഴുവൻ ആവശ്യപ്പെടേണ്ടത് കൗൺസിലർ അല്ല എന്നാണ് അങ്ങ് തന്നെ പറയുന്നത്. അപ്പം ഈ ആവശ്യം ഉന്നയിച്ച് മറ്റാരെങ്കിലും അങ്ങേ സമീപിച്ചിരുന്നു? ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയോ മറ്റാരെങ്കിലും അങ്ങേ സമീപിച്ചിരുന്നോ? അല്ല, അതാണ് രസകരമായ കാര്യം. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് തന്നെ അതാണ്. സാധാരണഗതിയിൽ നഗരസഭയുടെ ഒരു കെട്ടിടം ഒഴിയണമെങ്കിൽ നഗരസഭ സെക്രട്ടറി വാടകക്കാരന് നോട്ടീസ് നൽകി ഒഴിയാൻ ആവശ്യപ്പെടണം. ഇവിടെ MLA ആണ്, ജനപ്രതിനിധിയാണ് ഓഫീസ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അത് കൗൺസിൽ ഡിസിഷനാണ്. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്ന് MLAക്ക് ഈ മുറി അനുവദിക്കാനും വാടക വാങ്ങാനും തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ ഒരു കൗൺസിൽ ഡിസിഷൻ അവിടെ നിൽക്കുമ്പോൾ ഈ നിലയിൽ വന്നത് ശരിയായില്ല. മാഡത്തിന് നമ്മുടെ കൗൺസിലർക്ക് അത് ബോധ്യപ്പെട്ടു. കൗൺസിലർ നേരിട്ട് എന്നെ വന്ന് കണ്ട് ഞങ്ങൾ തമ്മിൽ സൗഹൃദമാണ് എന്ന കാര്യം വളരെ സൗഹാർദ്ദപരമായിട്ട് ആ സംഭാഷണം അവസാനിപ്പിച്ചതാണ്. പക്ഷേ അങ്ങനെ അവസാനിപ്പിച്ചു പോയ ഒരു കാര്യത്തെ വീണ്ടും കുത്തിപ്പൊക്കി MLA അലവൻസ് കൈപ്പറ്റിക്കൊണ്ട് വാടക കുറച്ചു കൊടുക്കുന്നു എന്ന നിലയിലേക്ക് ഒരു വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമം വ്യാപകമായിട്ട് BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുൾപ്പെടെ അണിചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. എന്നെ സംബന്ധിച്ച് ഇതുവരെയും ഒരു അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ഉയർന്നു വരാതെ ഈ 7 വർഷക്കാലവും മുന്നോട്ട് പോയിട്ടുള്ള ഒരു MLA ആണ് ഞാൻ. അപ്പോൾ ആ MLAയെ അപകീർത്തിപ്പെടുത്തി വട്ടിയൂർക്കാവ് മണ്ഡലത്തെ ഏതെങ്കിലും നിലയിൽ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ അജണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കും പരിചയമില്ലാത്ത ഒരാളെ അല്ല ശ്രീ വി കെ പ്രശാന്ത്. കാരണം പറഞ്ഞതുപോലെ മേയറായിട്ടിരുന്ന ഒരു ജനകീയ മേയറായിരുന്ന ഒരാളാണ്. അതിനുശേഷം MLA ആയ കാലം മുതൽ ഇന്ന് വരെ അങ്ങ് പറഞ്ഞതുപോലെ മറ്റു തരത്തിലൊരു കളങ്കവും ആ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരാളെ അല്ല ശ്രീ വി കെ പ്രശാന്ത്. ഇപ്പം രാഷ്ട്രീയമായ ഒരു പരിചയം ഇല്ലായ്മ അത് ശ്രീലേഖയുടെ ഭാഗത്തുണ്ട്, അത് ശരിയാണ്. പക്ഷേ ശ്രീ വി കെ പ്രശാന്ത്, അങ്ങേക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഈ BJPയുടെ മുതിർന്ന നേതാക്കളടക്കം കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം രംഗത്ത് വന്ന് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ പണ്ട് വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്ന സമയത്ത് ഞങ്ങളാരും ഇങ്ങനെ അല്ലല്ലോ പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള പ്രതികരണം K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അങ്ങക്ക്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ടാർഗറ്റായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് നടക്കുന്നത്. ശ്രീ K മുരളീധരൻ വട്ടിയൂർക്കാവിൻ്റെ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം MLA ഹോസ്റ്റലിൽ മുറി ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഞാൻ ബൈ ഇലക്ഷനിലൂടെ ജയിച്ച MLA ആയ ആളാണ്. ആ സമയത്ത് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ, അതായത് ഒരു നില കയറി മുകളിലേക്ക് വരുമ്പോഴാണ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ പറയുന്ന നിള ബ്ലോക്കിലെ 31, 32 റൂമുകൾ എനിക്ക് അനുവദിച്ചത്. അപ്പോൾ ഞാനത് പരിശോധിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്കും മറ്റ് സാധാരണപ്പെട്ട മനുഷ്യർക്കും അവിടെ വരുന്നത് പ്രയാസമായിരിക്കും. സെക്യൂരിറ്റി ചെക്കിംഗ് കൊണ്ട് മറ്റ് പലരെയും അനുവാദം വാങ്ങേണ്ടതായിട്ട് വരും. ഇത് കടന്ന് പടികൾ കയറി ഈ ഓഫീസിലേക്ക് വരുന്നത് പ്രയാസമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മറ്റൊരു സ്ഥലം തിരഞ്ഞത്. അത് വലിയ മഹാ അപരാധം എന്ന നിലയ്ക്കാണ് ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ പറയുന്നത് എന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ MLAമാർക്കും, കേരളത്തിലെ 140 MLAമാർക്കും നിയമസഭാ ഹോസ്റ്റലിൽ മുറി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഓഫീസോട് പ്രവർത്തിപ്പിക്കണമെന്നില്ലല്ലോ. അവരുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എല്ലാവരും ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത്. ശ്രീ K മുരളീധരൻ അതായിരിക്കും സൗകര്യം, അദ്ദേഹം അത് ചെയ്തു. അതുകൊണ്ട് ഞാനും അതേപോലെ ചെയ്യണമെന്ന് അദ്ദേഹം ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു MLA ആണ് ഞാൻ. ദിനം പ്രതി 100-ലധികം വരുന്ന സാധാരണപ്പെട്ട മനുഷ്യർ MLA കാണാൻ വേണ്ടി വരുന്നുണ്ട്, വിവിധ അപേക്ഷകൾ നൽകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് സൗകര്യമുള്ള ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ശാസ്തമംഗലത്തെ ഓഫീസ് ഞങ്ങൾ കണ്ടെത്തി വാടക നിശ്ചയിച്ച് അവിടെ ഇരിക്കാൻ വേണ്ടി തയ്യാറായത്. അപ്പോൾ അത് നിയമാനുസൃതമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളത് പരിഗണിക്കും. ഞാനവിടെ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് കാലാവധി വരെ തുടരാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ അവകാശവുമുണ്ട്. അത് കഴിഞ്ഞ് എന്തെങ്കിലും തീരുമാനം കൗൺസിൽ എടുക്കുകയാണെങ്കിൽ അതപ്പോൾ പരിശോധിക്കാമെന്ന് ഞാൻ വളരെ കൃത്യമായി എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയതാണ്. അപ്പോൾ ശ്രീ K മുരളീധരനും ശബരിനാഥൻ അടക്കമുള്ള ആളുകൾ ഇതിനെ മുതലെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് ശ്രീലേഖയോട് BJP നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരുപക്ഷെ വി കെ പ്രശാന്ത് തന്നെ എത്തും. അതായിരിക്കുമോ ഈ വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ? അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, അവരങ്ങനെ കരുതുന്നുണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെയൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ 7 വർഷം കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമടക്കം പേർക്കട മേൽപ്പാലമടക്കം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പലരെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്.
നടക്കാതിരുന്ന പല വികസന കാര്യങ്ങളും പൂർത്തിയാകുന്നു. അപ്പോൾ ഇത് പൊളിറ്റിക്കലി MLA മുന്നോട്ട് പോകുന്നത് ശരിയാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവമുള്ള ഒരു അറ്റാക്കാണ് ഇപ്പോൾ നടക്കുന്നത്. സേതു സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ആയിരിക്കാം. അവർക്ക് രാഷ്ട്രീയമായി എന്നെ പരാജയപ്പെടുത്തണമെങ്കിൽ വ്യക്തിഹത്യ നടത്തണം. അതിന് ഒരു ശ്രമം അവർ നടത്തി എന്നുള്ളതാണ്. ഓക്കെ, ശ്രീ വി കെ പ്രശാന്ത്, ഞാനിപ്പോൾ ഈ വിവാദമൊക്കെ വിട്ടിട്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ക്രിസ്മസ് ഞങ്ങൾ നന്നായിട്ട് സന്തോഷത്തോടു കൂടി ആഘോഷിച്ചു. ഇന്നലെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും ഞങ്ങൾ ഒത്തുചേർന്ന് ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തി. അതൊക്കെ ഞങ്ങൾ പതിവായിട്ട് നടത്തുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ വട്ടിയൂർക്കാവിൽ തന്നെ ഒരു സാംസ്കാരിക ഉത്സവം, വട്ടിയൂർക്കാവ് ഫെസ്റ്റ്, ഞങ്ങൾ ജനുവരി അവസാനം സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ വിവാദങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. വികസന പ്രവർത്തനങ്ങളായാലും ആഘോഷങ്ങളായാലും സാംസ്കാരിക പരിപാടികളായാലും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് നടത്തി മുന്നോട്ട് പോകും. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ, അതിനൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവരാവകാശ രേഖ വന്നിട്ടുണ്ട്, MLA വാങ്ങുന്ന ശമ്പളത്തിൻ്റെ വൗച്ചർ വന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് വസ്തുതാപരമായി ഈ കാര്യങ്ങൾക്ക് മറുപടി പറയും. എല്ലാ ആഘോഷങ്ങളും ഞങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഇനിയിപ്പോൾ ന്യൂ ഇയറും വരാൻ പോവാണ്. റെസൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും 2026 ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു വർഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വട്ടിയൂർക്കാവിലെ ആളുകൾ 40 വർഷമായി കാത്തിരിക്കുന്ന ഒന്നാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. ഞങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 2026 തുടങ്ങുകയാണ്. പേർക്കടയുടെ മേൽപ്പാലം, അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം 2026 തുടക്കത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുടെ ഒരു വർഷമായിട്ട് 2026 മാറും. സംസ്ഥാനത്ത് ഒരു തുടർഭരണം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. വട്ടിയൂർക്കാവിലടക്കം ആ നിലയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2026 ഒരു ശുഭപ്രതീക്ഷയുള്ള ഒരു വർഷമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സേതുവിനും ഞാൻ നവവത്സരാശംസകൾ നേരുകയാണ്. താങ്ക് യു. അപ്പോൾ ശ്രീ വി കെ പ്രശാന്ത്, ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. പിള്ളേരൊക്കെ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കൂ. അപ്പോൾ നല്ലൊരു വർഷം ആവട്ടെ ഇത്തവണ. 2026 അടിപൊളിയാകട്ടെ. ഈ വിവാദങ്ങളൊക്കെ വിവാദത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നമുക്ക് പ്രവർത്തനത്തിൽ കേന്ദ്രീകരിച്ച് ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ.